ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇത്രയും ദിവസം മാത്തമാറ്റിക്സിലൂടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. സ്ക്വയർ റൂട്ടുകളുടെ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. ഇനി എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ഫിസിക്സ് കൂടി ക്ലാസ്സിൽ ഉൾപ്പെടുത്താമോ എന്ന് ഒരാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നു മുതൽ ഫിസിക്സ് കൂടി ക്ലാസ്സിൽ ഉൾപ്പെടുത്തുകയാണ്. ഫിസിക്സും മാത്സും രണ്ടും കൂടി ഉൾപ്പെടുത്തി നമുക്ക് മുമ്പിലേക്ക് പോകാം. സോ ഇന്നത്തെ ക്ലാസ് ഫിസിക്സുമായി ബന്ധപ്പെട്ടതാണ്. കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഞാനിന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിന് ഞാൻ പേരിട്ടിരിക്കുന്നത് കളർഫുൾ എന്നാണ്. കളർഫുൾ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് കളർഫുൾ ആക്കാം. പ്രകാശവർണ്ണങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് കൂടുതലായി ചോദിക്കുന്ന ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രകാശവർണ്ണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ചർച്ച ചെയ്യേണ്ടത് ധവളപ്രകാശത്തെക്കുറിച്ചാണ്, അതായത് വൈറ്റ് ലൈറ്റ്. ധവളപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളുണ്ട്. ഈ ധവളപ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങൾ ഉണ്ട് എന്ന് ആദ്യമായി തെളിയിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. സോ നോട്ട് ദ പോയിന്റ്. ധവളപ്രകാശത്തിന് 7 നിറങ്ങളുണ്ട് എന്ന് ആദ്യമായി തെളിയിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ഇനി നമുക്ക് ധവളപ്രകാശം അതിൻ്റെ 7 ഘടകവർണ്ണങ്ങളാകുന്ന പ്രക്രിയ, അതിനെ നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയും, അല്ലെങ്കിൽ വ്യാപനം എന്ന് പറയും. ആ പ്രക്രിയയെക്കുറിച്ച് പഠിക്കാം. നമ്മൾ ഡിസ്പേർഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രിസം. എല്ലാവർക്കും അറിയാം പ്രിസത്തെക്കുറിച്ച്. അപ്പോൾ ഞാൻ പ്രിസത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ഡയറക്റ്റ് ആയിട്ട് ഡിസ്പേർഷൻ അല്ലെങ്കിൽ വ്യാപനം എന്ന് പറയുന്ന പ്രക്രിയ എന്താണെന്ന് നോക്കാം. ധവളപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് അതിൻ്റെ 7 ഘടകവർണ്ണങ്ങളായി വിഭജിക്കുന്നു. ഇതിനെയാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ വ്യാപനം എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് ആ 7 ഘടകവർണ്ണങ്ങൾ? അത് നമുക്കറിയാം, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതാണ് വിബ്ജിയോർ. എന്താണ് ഈ വിബ്ജിയോർ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതാണ് വിബ്ജിയോർ. വി ഫോർ വയലറ്റ്, ഐ ഇൻഡിഗോ, ബി ബ്ലൂ, ജി ഗ്രീൻ, വൈ യെല്ലോ, ഓ ഓറഞ്ച് ആൻഡ് ആർ റെഡ്. ഇവിടെ ഈ ഒരു ഓർഡറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാം. പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ഓർഡറിൽ മുകളിലുള്ളത് ഏതാണ് അല്ലെങ്കിൽ താഴെയുള്ളത് ഏതാണ്? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഓർഡർ മനസ്സിലാകുന്നത്? അതിനെക്കുറിച്ച്, അതായത് ഇത് കൂടുതലായും ഇതിലെ ഓർഡർ ചോദിക്കുന്നത് മഴവില്ലിന്റെ കേസിലാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. സോ ഞാൻ ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് 1-2 പോയിന്റ് പറഞ്ഞു തരാം. ഈ ഒരു ഡിസ്പേർഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇതിൽ ഏത് നിറത്തിനാണ് മാക്സിമം ഡീവിയേഷൻ ഉണ്ടാകുന്നത്? മാക്സിമം ഡീവിയേഷൻ. ഞാനിവിടെ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പോയിന്റുകളും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഏത് കളറാണ് മാക്സിമം ഡീവിയേഷൻ സംഭവിക്കുന്ന കളർ ഏതാണ്? മാക്സിമം ഡീവിയേഷൻ സംഭവിക്കുന്നത് വയലറ്റിനാണ്. മാക്സിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിസത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത് വയലറ്റിനാണ്. ഇനി മിനിമം ഡീവിയേഷൻ, നിങ്ങൾക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. മിനിമം ഡീവിയേഷൻ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇതിൽ മിനിമം ഡീവിയേഷൻ ഏതാണ്? മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസത്തിൽ നിന്ന് വളരെ മിനിമം ഡീവിയേഷൻ ഉള്ള കളർ ഏതാണ്? അത് റെഡ് ആണ്. സോ നിങ്ങൾക്കുള്ള ഒരു ചോദ്യമാണിത്. പേർഷ്യൻ എന്ന് പറയുന്ന കേസിൽ മാക്സിമം ഡീവിയേഷൻ സംഭവിക്കുന്ന കളർ ഏതാണ്? അത് വയലറ്റ് ആയിരിക്കും. മിനിമം ഡീവിയേഷൻ സംഭവിക്കുന്ന കളർ ഏതാണ്? അത് റെഡ് ആയിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളോട് ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ വിബ്ജിയോറിലെ നിറങ്ങളുടെ തരംഗദൈർഘ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്, അതായത് വേവ് ലെങ്തും ആയി ബന്ധപ്പെടുത്തിയിട്ടാണ്. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിബ്ജിയോറിൽ ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ള പ്രകാശവർണ്ണം ഏത് എന്നതാണ്. അതായത് വിച്ച് കളർ ഹാവിംഗ് ഹയസ്റ്റ് വേവ് ലെങ്ത്. വിച്ച് കളർ ഹാവിംഗ് ഹയസ്റ്റ് വേവ് ലെങ്ത്? അത് റെഡ് ആണ്. ഇതിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്.
അങ്ങനെയെങ്കിൽ എന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. which color having minimum wavelength, which color having minimum wavelength, ഏത് കളറിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളത്? ഏറ്റവും കൂടുതലുള്ളത് റെഡിനാണെങ്കിൽ ഏറ്റവും കുറവുള്ളത് സ്വാഭാവികമായിട്ടും വയലറ്റിനാണ്. മനസ്സിലായോ? ഇനി ഇത് എങ്ങനെ വരുന്നു, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഘടകവർണ്ണങ്ങളിൽ മാക്സിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഏറ്റവും കൂടുതലുള്ള ഘടകവർണ്ണം എന്ന് പറയുന്നത് വയലറ്റാണ്. അതുപോലെ തന്നെ മിനിമം ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഉള്ള നിറം എന്ന് പറയുന്നത് റെഡുമാണ്. ഇത്രയും മനസ്സിലായോ? കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. മാക്സിമം ഡീവിയേഷൻ ഉള്ള നിറം വയലറ്റ്, മിനിമം ഡീവിയേഷൻ ഉള്ള നിറം റെഡ്, മാക്സിമം വേവ് ലെങ്ത് ഉള്ള നിറം റെഡ്, മാക്സിമം ഫ്രീക്വൻസി ഉള്ള നിറം വയലറ്റ്, മിനിമം വേവ് ലെങ്ത് ഉള്ള നിറം വയലറ്റ്, മിനിമം ഫ്രീക്വൻസി ഉള്ള നിറം റെഡ്. ഇനി ഇത് എങ്ങനെ ആണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം. ആദ്യമേ തന്നെ ആവൃത്തി എന്ന് പറയുന്നത് ഫ്രീക്വൻസി. ഞാൻ എഫ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എഫിനുള്ള ഇക്വേഷൻ ആണ് c/λ. എഫ് ഈസ് ഈക്വൽ ടു c/λ. ലാംഡ എന്ന് പറഞ്ഞാൽ അത് തരംഗ ദൈർഘ്യമാണ്, വേവ് ലെങ്ത് ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. സോ ഞാൻ ഇവ തമ്മിലുള്ള അനുപാതം നോക്കിക്കഴിഞ്ഞാൽ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ എന്നാണ്. അതായത് ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എഫും അതായത് ആവൃത്തിയും തരംഗദൈർഘ്യവും വിപരീത അനുപാതത്തിലാണ്. വിപരീത അനുപാതം എന്നുള്ള ടേമിന്റെ അർത്ഥം ഇത്ര മാത്രമാണ്: ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കുറയും. അതായത് ആവൃത്തി കൂടുന്നതിനനുസരിച്ച് തരംഗദൈർഘ്യം കുറയും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള നിറം ഏതാണ്? വയലറ്റ്. അപ്പോൾ ആവൃത്തി കൂടുന്നതിനനുസരിച്ച് തരംഗദൈർഘ്യം കുറയും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള കളറിനായിരിക്കുമല്ലോ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് വയലറ്റ്. ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ള കളറിനായിരിക്കും ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉണ്ടാവുക. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവിടെ ഇതിലെ രണ്ടാമത്തെ അർത്ഥം ഞാൻ അടുത്തതായി പറയാം. ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കൂടും. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കൂടും. ഇവിടെ ഇനി നമുക്ക് നോക്കാം. മിനിമം ആവൃത്തിയുള്ള നിറം റെഡ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കൂടുമെന്ന് പറയുന്നിടത്ത് മിനിമം ഫ്രീക്വൻസി ഉള്ള നിറത്തിനായിരിക്കുമല്ലോ മാക്സിമം വേവ് ലെങ്ത് ഉണ്ടാവുക. സോ അതുകൊണ്ട് മിനിമം ഫ്രീക്വൻസി ഉള്ള റെഡിനായിരിക്കും മാക്സിമം വേവ് ലെങ്ത് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. പറഞ്ഞത് ഒന്നുകൂടി ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധവളപ്രകാശത്തിന്റെ ഡിസ്പേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ്. അതായത് ധവളപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ഘടകവർണ്ണങ്ങളായി വിഭജിക്കുന്നു. ആ ഘടകവർണ്ണങ്ങളുടെ ഓർഡർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിബ്ജിയോർ. അതിലെ ഓരോ നിറങ്ങളും ഏതാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി അതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുന്ന നിറം വയലറ്റ്, ഇതിൽ ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടാവുന്ന നിറം റെഡ്. ഇനി ഫ്രീക്വൻസിയും അതായത് ആവൃത്തിയും തരംഗദൈർഘ്യം തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് ആവൃത്തി കൂടുന്നതിനനുസരിച്ച് തരംഗദൈർഘ്യം കുറയുകയും ആവൃത്തി കുറയുന്നതിനനുസരിച്ച് തരംഗദൈർഘ്യം കൂടുകയും ചെയ്യും. അതായത് അത് രണ്ടും വിപരീത അനുപാതത്തിലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം വേവ് ലെങ്ത് ഉള്ള റെഡിന് മിനിമം ആവൃത്തി ആയിരിക്കും, മിനിമം വേവ് ലെങ്ത് ഉള്ള വയലറ്റിന് മാക്സിമം ആവൃത്തി ഫ്രീക്വൻസി ആയിരിക്കും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിക്കണം, അത് മാറിപ്പോവാൻ വേണ്ടി പാടില്ല. സ്ഥിരമായി എക്സാമുകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി അടുത്തതായി ഞാൻ പറയാൻ ഓരോ വസ്തുവിന്റെയും നിറം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചാണ്. ഓരോ വസ്തുവിന്റെയും നിറം. ഇപ്പോൾ ഈ ബോർഡ് നിങ്ങൾക്ക് വെള്ള നിറത്തിലാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ ബോർഡ് നിങ്ങൾക്ക് വെള്ള നിറത്തിൽ കാണുന്നത്? എന്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ചുവന്ന നിറത്തിലാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എന്റെ ഡ്രസ്സ് ചുവന്ന നിറത്തിൽ കാണുന്നത്? ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾക്ക് സംസാരിക്കാം.
ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന് വേണ്ട ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയാമായിരിക്കും. അതാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ അതായത് പ്രതിഫലനം. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ? ഒന്നും തന്നെ ഇല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ എങ്കിലും ഒന്ന് ചെറുതായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യാം. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ബൗൺസ് ബാക്ക്, അതായത് തട്ടി തിരിച്ചു വരുന്ന പ്രവർത്തനത്തെ നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആംഗിൾ ഉണ്ട്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അങ്ങനെ ഒരുപാട് കണ്ടീഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്നെൽസ് ലോ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമുക്ക് വേറൊരു ലെസണിൽ പഠിക്കാം. ഞാൻ റിഫ്ലക്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം നമ്മൾ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കിൽ ജസ്റ്റ് റിഫ്ലക്ഷൻ എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്താണ് റിഫ്ലക്ഷൻ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തന്നത്. പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. പറയാൻ വേണ്ടി പോകുന്നത് ഒരു വസ്തു എങ്ങനെ വെള്ള നിറത്തിൽ കാണപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു വസ്തു എങ്ങനെ വെള്ള നിറത്തിൽ കാണപ്പെടുന്നു. ധവളപ്രകാശം ഈ വസ്തുവിൽ പതിക്കുമ്പോൾ ഈ വസ്തു ധവളപ്രകാശത്തിലെ എല്ലാ ഘടകവർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ഈ വസ്തുവിനെ നിങ്ങൾ വെള്ള നിറത്തിൽ കാണും. അതായത് വെള്ള നിറമുള്ള ഒരു വസ്തു പ്രകാശത്തിലെ എല്ലാ നിറങ്ങളെയും 7 ഘടകവർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു എങ്കിൽ ആണ് ഈ ഒരു വസ്തു വെള്ള നിറത്തിൽ കാണാനുള്ള കാരണം. അതായത് ഈ ബോർഡ് എക്സാമ്പിളായി എടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് പതിക്കുന്ന ധവളപ്രകാശത്തിലെ എല്ലാ ഘടകവർണ്ണങ്ങളെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബോർഡിനെ വെള്ള നിറത്തിൽ കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ മറ്റൊരു നോക്കാം. എപ്പോഴാണ് നമ്മൾ ഒരു വസ്തുവിനെ ഒരു പെർട്ടിക്കുലർ കളറിൽ കാണുന്നത്? അതായത് ഫോർ എക്സാമ്പിൾ, എപ്പോഴാണ് നിങ്ങൾ ഒരു വസ്തുവിനെ ചുവന്ന നിറത്തിൽ കാണുന്നത്? സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ധവളപ്രകാശം ഈ വസ്തുവിൽ പതിക്കുമ്പോൾ ഈ വസ്തു ചുവന്ന നിറത്തെ മാത്രം പ്രതിഫലിപ്പിക്കുകയും ബാക്കി എല്ലാ നിറങ്ങളെയും അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. ധവളപ്രകാശം ഈ വസ്തുവിൽ പതിക്കുമ്പോൾ ആ വസ്തു ധവളപ്രകാശത്തിലെ ചുവന്ന വർണ്ണത്തെ മാത്രം വർണ്ണിപ്പിക്കുകയും ബാക്കി എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുകയുമാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഈ വസ്തുവിനെ ചുവന്ന നിറത്തിൽ കാണും. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഈ വസ്തു എന്ത് വസ്തുവായിരിക്കണം? അതാര്യ വസ്തുവായിരിക്കണം. അതായത് ഒപ്പാക്ക് ആയിട്ടുള്ള ഒരു വസ്തുവായിരിക്കണം. മനസ്സിലായോ? കാര്യം സംഭവിക്കുക അത് അതാര്യ വസ്തുവിലാണ് എങ്കിലാണ്. എന്താണ് അതാര്യ വസ്തു? ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അത് ഈ പേനയാണ്. അതായത് ഈ പേനയിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്കിതിന്റെ അപ്പുറത്തെ ഭാഗം കാണാൻ വേണ്ടി സാധിക്കില്ല. അതായത് നേരെ ഞാനൊരു ഗ്ലാസ്സിലേക്കാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് ആ ഗ്ലാസിന്റെ അപ്പുറത്തെ ഭാഗം കാണാൻ സാധിക്കും. എങ്കിൽ ഗ്ലാസിനെ നിങ്ങൾക്ക് സദാര്യ വസ്തു എന്ന് പറയാം. മനസ്സിലായോ? അപ്പോ ഒരു അതാര്യ വസ്തുവിന്റെ നിറം എങ്ങനെ ഉണ്ടാകുന്നു? ആ അതാര്യ വസ്തു ധവളപ്രകാശത്തിലെ ഏത് വർണ്ണത്തെയാണോ പ്രതിഫലിപ്പിക്കുന്നത് ആ വർണ്ണമായിരിക്കും ആ അതാര്യ വസ്തുവിന് ഉണ്ടാകുക. ഇനി നേരെ മറിച്ച് ഇതൊരു സുതാര്യ വസ്തു ആണെങ്കിലോ? സുതാര്യ വസ്തു ആണ് എങ്കിൽ, ഒരു സുതാര്യ വസ്തുവിന്റെ നിറം ചുവപ്പാണ് എങ്കിൽ ശ്രദ്ധിക്കൂ, ധവളപ്രകാശം ആ സുതാര്യ വസ്തുവിലേക്ക് വരുന്നു. ആ സുതാര്യ വസ്തു കടത്തിവിടുന്നത് ഏത് നിറമാണോ, സുതാര്യ വസ്തു കടത്തിവിടുന്നത് ഏത് നിറമാണോ ആ നിറമായിരിക്കും ആ സുതാര്യ വസ്തുവിന്റെ നിറം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ നിറത്തെയും അത് ആഗിരണം ചെയ്യും. ഏത് നിറത്തെയാണോ അത് കടത്തിവിടുന്നത്, അത് അതിലൂടെ കടത്തിവിടും ആ സുതാര്യ വസ്തുവിന്റെ നിറം. അതായത് ഈ ഒരു സുതാര്യ വസ്തു ചുവന്ന നിറത്തിലാണ് കാണുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ചുവന്ന ഗ്ലാസ് ആണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ആ ചുവന്ന ഗ്ലാസ്സിലേക്ക് പ്രകാശം പതിക്കുമ്പോൾ ആ ഗ്ലാസ് ചുവന്ന നിറം മാത്രം കടത്തിവിടുകയും ബാക്കി എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ആ വസ്തു ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി ബ്രീഫായിട്ട് നിങ്ങളോട് പറയാം. എപ്പോഴാണ് ഒരു വസ്തുവിന്റെ നിറം വെള്ള നിറത്തിൽ കാണുന്നത്? ആ വസ്തു ധവളപ്രകാശത്തിലെ എല്ലാ ഘടകവർണ്ണങ്ങളെയും, അതായത് വിബ്ജിയോർ എന്ന് പറയുന്ന ഘടകവർണ്ണങ്ങളെ മുഴുവനായി പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം വെള്ളയായിരിക്കും.
ഇനി എപ്പോഴാണ് ഒരു അധാര്യ വസ്തുവിന്റെ നിറം, ആ അധാര്യ വസ്തു പ്രതിഫലിപ്പിക്കുന്ന നിറമേതോ ആ നിറമായിരിക്കും ആ അധാര്യ വസ്തുവിനുണ്ടാവുക. ഇനി ഒരു സുതാര്യ വസ്തുവിന്റെ നിറം, ഈ സുതാര്യ വസ്തുവിലൂടെ കടത്തിവിടുന്ന നിറം ഏതാണോ ആ നിറമായിരിക്കും സുതാര്യ വസ്തുവിന്, അതായത് ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് ഉണ്ടാവുന്ന നിറം. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, എങ്ങനെയാണ് ഒരു ബ്ലാക്ക് നിറത്തിലുള്ള വസ്തുവിന് അതിന്റെ നിറം ലഭിക്കുന്നത്. ധവളപ്രകാശം പതിക്കുന്ന സമയത്ത് ആ വസ്തു പ്രകാശത്തിലെ ഒരു ഘടകവർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നില്ല, അതായത് ഘടകവർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുന്നു എങ്കിൽ ആ വസ്തുവിന്റെ നിറം കറുപ്പായിരിക്കും. മനസ്സിലായോ? അതായത് ഒന്നുകൂടി പറയാം, ധവളപ്രകാശം പതിക്കുമ്പോൾ ആ വസ്തു ആ ധവളപ്രകാശത്തിലെ എല്ലാ ഘടകവർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുന്നു, അതായത് അബ്സോർബ് ചെയ്യുന്നു, അതൊന്നിനെയും പ്രതിഫലിപ്പിക്കുന്നില്ല എങ്കിൽ ആ വസ്തു നമ്മൾ കറുത്ത നിറത്തിൽ കാണും. മനസ്സിലായോ? സോ ഇത്രയുമാണ് ഒരു വസ്തുവിന്റെ നിറത്തിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിപ്പോൾ നോക്കിയത്, ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം. ഒരു വസ്തുവിന് എങ്ങനെ വെള്ള നിറം കിട്ടുന്നു, ഒരു അധാര്യ വസ്തുവിന്റെ നിറമെന്ത്, ഒരു സുതാര്യ വസ്തുവിന്റെ നിറമെന്ത്, ഒരു കറുത്ത വസ്തുവിന്റെ നിറമെന്ത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ എല്ലാ പോയിന്റുകളും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഒക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫിസിക്സിൽ എങ്ങനെ സ്കോർ ചെയ്യാം, കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് ഏതൊക്കെ ടോപ്പിക്കാണ് പ്രധാനമായും ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ കൂടുതലായി ഉൾപ്പെടുത്താം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിന്റെ ബാക്കി ഇനി ഒരു ചെറിയ ഭാഗം കൂടിയുണ്ട്, പ്രാഥമിക വർണ്ണങ്ങൾ, ദ്വിതീയ വർണ്ണങ്ങൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സോ